ലൈവിൽ ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ മലയാളി ബ്ലോഗർ UAE-യിൽ പിടിയിലായി. എന്റെ കാസറ്റ് എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ സജീവമായ അബ്ദുൽ ഹക്കീമാണ് പിടിയിലായത്. കേരളത്തിലും ഇയാൾക്കെതിരെ നിരവധി കേസുകളുണ്ട്. എൻ്റെ ക്ലോസറ്റ് സത്യം പറഞ്ഞാൽ ഞാൻ നിന്നെ ഈ ഒരു അവസ്ഥയെ കാണാൻ വേണ്ടി പറ്റുന്ന ഞാൻ ഇങ്ങനെ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അമ്മ അതിൽ എക്സ്പോസിങ്ങും കാര്യങ്ങളൊക്കെയാണ് പുള്ളിക്കാരൻ ഇൻസ്റ്റാഗ്രാമിലൂടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇൻസ്റ്റാഗ്രാമിലെ കോടതി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ക്ലോസറ്റ് അബ്ദുൽ ഹക്കീമാണ് നമ്മൾ പറയേണ്ടി വരും. അമ്മ അതിൽ ആൾക്കാരെ എടുത്തിട്ട് എക്സ്പോസ് ചെയ്തിട്ട് അങ്ങോട്ട് ഇല്ലാതാക്കി കളയുന്ന ഒരു പുള്ളിക്കാരനാണ്. ഇപ്പോൾ ഈ സ്വയം എക്സ്പോസ്ഡ് ആയ സ്ഥിതിക്ക് ഇനി എന്താണാവോ സ്വയം കോടതി പറയാൻ പോകുന്നത്? AI ആണെന്നോ അല്ലെങ്കിൽ വേറെ വല്ല വീഡിയോ ആണെന്നോ? ഈ വീഡിയോൻ്റെ പശ്ചാത്തലം വേറെ ഒന്നുമില്ല. പുള്ളിക്കാരൻ കിക്കിലിടയ്ക്ക് ലൈവ് പോകാറുണ്ട്. അറിയാതെ എങ്ങനെ ഒന്ന് ആ ലൈവ് അങ്ങോട്ട് പോയി പുള്ളി അവിടെ ഇരുന്ന് ലഹരി ഉപയോഗിക്കുന്ന ദൃശ്യങ്ങൾ മുഴുവനും നാട്ടിപ്പാട്ടായി. ശേഷം പുള്ളിക്കാരൻ തല ഉയർത്തി നടക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഇത് പ്രചരിപ്പിച്ച ആളോട് ഇതെങ്ങനെങ്കിലും ടേക്ക് ഡൗൺ ചെയ്യണമെന്നൊക്കെ ആവശ്യപ്പെട്ടെങ്കിലും പുള്ളിക്കാരൻ അഭിനും വില്ലിനും എടുത്തിട്ടില്ല. എന്താണെങ്കിലും നമുക്ക് ഈ പുള്ളി പോയ ലൈവ് ഒന്ന് കാണാം. ആഞ്ഞും നീട്ടിയൊക്കെ വലിക്കുന്നുണ്ട്. എന്താ കയ്യിലിരിക്കുന്ന സാധനം എന്ന് എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ ഈ ഒരു സാധനമൊക്കെ. നീട്ടി അങ്ങ് വലിയ. ഈ പുള്ളീൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ എടുത്തു പോയി കഴിഞ്ഞാൽ മീറ്റ് മിസ്റ്റർ അവനെ, മീറ്റ് മിസ്റ്റർ ഇവനെ, മീറ്റ് മിസ്റ്റർ എന്നെ എന്നും പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാരെ അങ്ങോട്ട് പരിചയപ്പെടുത്തും. എന്നിട്ട് അവന് ഡ്രഗിൻ്റെ ബിസിനസ്സാണ്, ഇവന് ഡ്രഗിൻ്റെ ബിസിനസ്സാണ്, വലിയ മാഫിയാണ്, നർക്കോട്ടിക്സ് ഈസ് എ ഡെറ്റി ബിസിനസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വല്ലാതെ അങ്ങോട്ട് കൊണയടിച്ച് ലാസ്റ്റ് ഇവൻ തന്നെ ഉപയോഗിക്കുന്നത് അങ്ങോട്ട് നാട്ടിൽപ്പെട്ടെ. എനിക്ക് തോന്നുന്നു ഇവൻ സാധനം ചോദിച്ചിട്ട് കൊടുക്കാത്ത ആൾക്കാരെയാണ് ഇവൻ വിളിച്ചു വരുത്തി എക്സ്പോസ് ചെയ്യുന്നതെന്ന്. അല്ല, ഇങ്ങനെ ഉപയോഗിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നാട്ടുകാരെ എടുത്തിട്ട് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി പോകുന്നത്? ആ ജോലിയൊക്കെ പോലീസുകാരും കോടതിയും ചെയ്തോളൂലേ. ഇവൻ എന്തിൻ്റെ കേടാ? ഇതിൻ്റെ മുമ്പ് പല കേസുകൾ ഈ പുള്ളിക്കാരൻ്റെ തലയിലുണ്ട്. എന്നിട്ടാണ് ഇവൻ എക്സ്പോസിങ് എന്ന് പറഞ്ഞ് ഇറങ്ങിയത്. ഇതിനു മുമ്പ് ഏതൊരു പെണ്ണിനെ ബീച്ചിൽ വെച്ച് എന്തോ മോശമായി പെരുമാറി എന്നൊക്കെ പറഞ്ഞ കേസുണ്ടായിരുന്നു. അതുണ്ടായ സമയത്ത് പുള്ളിക്കാരന് തന്നെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഉണ്ടായിരുന്നു. എൻ്റെ അതിന് തെറ്റ് പറ്റിപ്പോയി, എനിക്ക് മാറാനൊരു സമയം തരണം, ഞാൻ പണ്ടത്തെ ഹക്കീമല്ല, പുതിയ ഹക്കീമാണ്, ഇപ്പം എനിക്ക് അങ്ങനത്തെ മോശം പരിപാടിയൊന്നുമില്ല, ഐ എം എ ഗുഡ് പേഴ്സൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറുതെ ആണെടോ. അവൻ്റെ കയ്യിലിരിപ്പ് അത്ര ശരിയല്ല. മുന്നിലിരുന്ന ലാപ്ടോപ്പ് ചതിച്ചതോടെയാണ് സോഷ്യൽ മീഡിയയിൽ മനുഷ്യാവകാശ പ്രവർത്തകനായി ചമയുന്ന അബ്ദുൽ ഹക്കീമിന്റെ പിന്നാമ്പുറ കാഴ്ചകൾ ലോകമറിഞ്ഞത്. UAE-യിൽ വെച്ച് ലഹരിമരുന്ന് ഉപയോഗിക്കുന്നതിനിടെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ കിക്കിൽ അറിയാതെ ഹക്കീമിന്റെ വിരലമർന്നു. ലൈവ് സ്ട്രീമിംഗിലൂടെ പുറത്തു വന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി. പിന്നാലെ UAE-യിൽ നിന്ന് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ഹക്കീമിനെ ഷാർജ പോലീസ് പിടികൂടിയെന്നാണ് വിവരം. ബംഗളൂരുവിൽ മലയാളികളെ കുടുക്കുന്ന ലഹരി മാഫിയയ്ക്കെതിരെ എന്റെ കാസറ്റ് എന്ന പേജിലൂടെ ചെയ്ത വീഡിയോയാണ് ഹക്കീമിനെ വൈറലാക്കിയത്. ലഹരിക്കും സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിനുമെതിരെയാണ് നിലകൊള്ളുന്നതെന്ന തരത്തിൽ ബ്ലോഗിംഗ് നടത്തുന്ന ഹക്കീമിന് ഇത്തരം സംഘങ്ങളുമായി അടുത്ത ബന്ധമുണ്ടെന്ന് നേരത്തെ തന്നെ ആരോപണങ്ങളുണ്ടായിരുന്നു. ആരോപണങ്ങളെല്ലാം യാഥാർത്ഥ്യമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആരോടൊക്കെ ഇവൻ വലിക്കാൻ ചുളിവിന് സാധനം ചോദിച്ചു കാണും. വെറുതെ പൈസയൊന്നും കൊടുക്കാത്ത ഫ്രീ ആയിട്ട് കൊടുക്കത്തില്ല എന്ന് കണ്ടപ്പം നിന്നെ എക്സ്പോസ് ചെയ്യും, ഇവൻ എക്സ്പോസ് ചെയ്യും. അങ്ങനെ അങ്ങോട്ടല്ല, ലഹരി മാഫിയനും അവൻ അറിയുന്നവനെ അവരങ്ങോട്ട് എക്സ്പോസ് ചെയ്ത് വിട്ടേക്കാണ്. വല്ല കാര്യം ഉണ്ടായിരുന്നു ഹക്കീമെ? ഷാർജ പോലീസിനെ ഇത് നല്ല ഇടിയിട്ടെന്നാ കേട്ടെ, എനിക്കറിയത്തില്ല കേട്ടോ. നിനക്ക് 2 എണ്ണം കൊള്ളണം. നീ അത്ര നല്ല പിള്ളയൊന്നുമല്ല. ഒരു സൈഡിലൂടെ ആൾക്കാരുടെ മുമ്പിൽ നന്മമരം ചമയുന്നു, വേറൊരു സൈഡിലൂടെ വേണ്ടാത്ത എല്ലാ തൊട്ടി പരിപാടിയും കാണിച്ചു വെക്കുന്നു. ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം എക്സ്പോസ് ആവുന്നത് തന്നെയാണ് നല്ലത്. കർമ്മ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. ആരെങ്കിലും പൈസ കൊടുക്കുമ്പോൾ ഇവൻ അത് മേടിച്ചിട്ട് ഇവൻ്റെ ചാനലിട്ട വീഡിയോസ് ആവും മുക്കും. അപ്പോഴേക്കും നന്മമരം അങ്ങോട്ട് വേറെ ഏതോ ഒരു മരമായി മാറും. അല്ല, പൂമരം എന്നൊക്കെ വിളിക്കേണ്ടി വരും. അങ്ങനെ ഒരു മരമായി മാറും. പൈസ കിട്ടിയവൻ എന്ത് പരിപാടിയും ചെയ്യാൻ തയ്യാറാണ്. അത് വീഡിയോ ടേക്ക് ഡൗൺ ചെയ്ത് കണ്ടിട്ടുണ്ട്. തൊപ്പീൻ്റെ ഏതോ ഒരു വീഡിയോ എടുത്തിട്ടിട്ട് പൈസ കൊടുത്തപ്പം അവൻ എന്ത് ചെയ്തു? ആ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്തു. അതേമാതിരി ഇവന് കണ്ടന്റിന് വേണ്ടി ഇവൻ മനഃപൂർവ്വം ഓരോ സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടും ഇതിനു മുമ്പ് അവൻ്റെ ചാനൽ വഴി പ്രചരിപ്പിച്ചിട്ടുണ്ട്. അപ്പം നിയമത്തിന് മുമ്പിൽ വരേണ്ട ഒരു വ്യക്തി തന്നെയാണ്. ഇവനെ കൃത്യമായിട്ട് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ വലിയ ലഹരി മാഫിയനെ ഗവൺമെൻറ്റിന് തന്നെ നേരിട്ട് പിടിക്കും. ഇതേമാതിരിയുള്ള നന്മയോളികളുടെ ആവശ്യമൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. എല്ലാ ഇൻഫ്ലുവൻസേഴ്സും അത്ര നല്ലവരൊന്നുമല്ല. എല്ലാവരും ഇതേമാതിരി എന്തെങ്കിലും കാട്ടിക്കൂട്ടൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് ഭൂരിഭാഗം ആളുകൾ. അതൊക്കെ ന്യൂസിൽ വരുന്ന സമയത്ത് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എടുത്ത് റിയാക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വല്ല കയ്യബദ്ധത്തിൽ കർമ്മ പോലെ എന്തെങ്കിലും യാദൃശ്ചികമായി സംഭവിക്കുമ്പോഴാണ് നമ്മളെല്ലാവരും അതിനെക്കുറിച്ച് തിരിച്ചറിയുന്നത്. സോ ഇൻഫ്ലുവൻസേഴ്സ് ആണ്, അവർ വലിയ ഏതോ ആളാണ് എന്നുള്ള വിചാരം കൊണ്ട് സ്ത്രീകൾ പോയിട്ട് മെസ്സേജ് അയക്കുക, അവർ വിളിക്കുമ്പോൾ കാണാൻ ചെല്ലുക, റൂം എടുക്കുമ്പോൾ അവരുടെ കൂടെ പോയി കിടക്കുക. ഈ പരിപാടിയൊന്നും അത്ര ശരിയായ കാര്യങ്ങളല്ല. നിങ്ങൾക്കൊരു ഭാവി ഉണ്ടെന്ന് ചിന്തിച്ചിട്ട്, നിങ്ങളെപ്പോലൊരു മനുഷ്യന്മാർ തന്നെയാണ് ഇൻഫ്ലുവൻസേഴ്സ്. അവരിടുന്ന വീഡിയോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ആവുന്നു, കുറച്ച് പേര് അവർ ഫോളോ ചെയ്യുന്നു, അവരുടെ സംസാരങ്ങളും വീഡിയോസും കാണാൻ വേണ്ടി എന്ന് മാത്രം. അല്ലാതെ നിങ്ങൾ ഈ ആരാധനാപാത്രമായി കൊണ്ട് നടക്കാൻ മാത്രം വലിയ സാധനങ്ങളൊന്നും ആരുടെ ഉള്ളിലില്ല. അതാദ്യം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരോട് അപ്രോച്ച് ചെയ്യുക. ഇയാൾക്കെതിരെ കേരളത്തിലും കേസുകളുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൂടെ ലൈംഗിക ചുവയുള്ള ക്യാപ്ഷൻ ഇട്ട് തന്നെ അപമാനിച്ചതിന് എറണാകുളം സ്വദേശിയായ യുവതി ഹക്കീമിനെതിരെ പരാതി നൽകിയിരുന്നു. ഭർത്താവിനെ കത്തിമുനയിൽ നിർത്തി ഭാര്യയുമായി സെൽഫി എടുക്കാൻ ശ്രമിച്ചതിനും കസ്റ്റഡിയിലെടുക്കവേ
പോലീസ് ജീപ്പ് ആക്രമിച്ചതിനും ഇയാൾക്കെതിരെ കേസെടുത്തു. കർണാടകയിലടക്കം സൈബർ കേസുകൾ വേറെയുമുണ്ട്. സോഷ്യൽ മീഡിയ പേജിന്റെ കരുത്തിൽ സിനിമാ താരങ്ങളെ അടക്കം ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടിയതായും ഇയാൾക്കെതിരെ ആരോപണമുണ്ട്. മതിയായ തെളിവുകളില്ലാതെ ലൈവിലൂടെ പലരെയും വലിച്ചു കീറാറുള്ള ഹക്കീമിന്റെ മുഖംമൂടി സ്വന്തം ലൈവിലൂടെ അഴിഞ്ഞു വീണിരിക്കുകയാണ്. ഇത്രയും ഗതി കെട്ടവൻ ആരെങ്കിലും ഈ നാട്ടിലുണ്ടാവോ ദൈവമേ? എൻ്റെ ഹക്കീം നീ ഒരു വല്ലാത്ത നന്മമര പൂമരം തന്നെ. വല്ല കാര്യം ഉണ്ടായിരുന്നു, മിണ്ടാതെ അവിടെ എവിടെയെങ്കിലും ഇരുന്നാൽ പോരെ. ഇത്രയധികം കേസും കാര്യങ്ങളും പാസ്റ്റിലുണ്ടായിട്ട് നീ നന്നായി, നിനക്കൊരു ചാൻസ് കിട്ടട്ടെ, ആളുകളല്ലേ തെറ്റ് ചെയ്യും, മാറട്ടെ എന്ന് കരുതി നിന്നെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരെയൊക്കെ വട്ടത്തിലും ത്രികോണത്തിലും ചതുരത്തിലും ഊമ്പിച്ചിട്ടാണ് നീ ഒരു പരിപാടി കാണിച്ചു വെച്ചേക്കുന്നത്. വളരെ മോശമായിപ്പോയി ഹക്കീമെ, വളരെ മോശമായിപ്പോയി. എന്തോരം ആൾക്കാരെ ഇനി എക്സ്പോസ് ചെയ്യേണ്ട ടീമാണ്. ഇനിയിപ്പോൾ സ്റ്റേഷനിൽ നിന്നൊക്കെ ഇറങ്ങി കേസെല്ലാം കഴിഞ്ഞ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീണ്ടും സജീവമാകാൻ തുടങ്ങി കഴിഞ്ഞാൽ ആൾക്കാരാരെങ്കിലും മൈൻഡ് ചെയ്യോ? ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ നന്മമരമേ? കുറച്ചൊക്കെ ഒരു ശ്രദ്ധ വേണ്ടേ? കഷ്ടം. അല്ലെങ്കിൽ ഈ കർമ്മ എന്ന് പറയുന്ന സാധനം ഉള്ളതിന് കേട്ടോ, അവനവൻ ചെയ്യുന്ന കാര്യങ്ങൾ അവനവനെ കൊണ്ട് തന്നെ അനുഭവിക്കും. താൻ ചെയ്യുന്ന പ്രവർത്തികൾക്ക് താൻ തന്നെ അനുഭവിക്കുന്നത് കേട്ടിട്ടില്ലേ? അത് തന്നെ പരിപാടി. നീ ആരെയൊക്കെ കുറിച്ച് ഇല്ലാത്തതും കൊല്ലാത്തതും കള്ളത്തെളിവും വെച്ച് വീഡിയോ ചെയ്ത് നാറ്റിച്ചോ, ആരെയൊക്കെ ഹരാസ് ചെയ്തോ, ആരെയൊക്കെ വ്യക്തിപരമായി അധിക്ഷേപിച്ചോ, ആരെയൊക്കെ കള്ളക്കേസ് കൊടുക്കാൻ തുടങ്ങിയോ, അവരുടെ എല്ലാവരുടെയും വേദന അല്ലെങ്കിൽ അവരുടെയൊക്കെ ആ ഒരു ശാപം നിന്റെ തലയ്ക്ക് മേലെ എപ്പോഴും ഉണ്ട്. അതൊന്ന് ഓർത്താൽ നല്ലത്. ദയവേദി ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ തീട്ട കേസുകളൊന്നും ആരും എടുത്ത് തലയെ വെക്കരുത് കേട്ടോ. ഇൻഫ്ലുവൻസേഴ്സ് ആണെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചാടി കയറി ചെന്നിട്ട് ജീവിതം തൊലഞ്ഞു പോകും.